സാർ, ഈ തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് പിണറായി വിജയൻ ചില നിർണായക തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു എന്നുള്ളതാണ് അഭ്യൂഹം. അതിലെ പ്രധാനമായിട്ടും മുഹമ്മദ് റിയാസിനും സജി ചെറിയാനും ഒക്കെ അവരുടെ മന്ത്രിസ്ഥാനം തെറിപ്പിക്കാൻ സാധ്യതയുണ്ട്. പുതുതായിട്ടുള്ള മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കും എന്നുള്ള തരത്തിലൊക്കെയാണ് വാർത്തകൾ വരുന്നത്. അതെ, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അതൊരു തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ റിയാസിനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളത് പൊതുവെ ഒരു വലിയ ആക്ഷേപമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുപക്ഷെ അതൊന്ന് താത്ത് കെട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ മന്ത്രിസഭാ പുനഃസംഘടനയിൽ നിന്ന് റിയാസിനെ മാറ്റി. സാർ പറഞ്ഞത് ശരിയാണ്. റിയാസ് വന്നപ്പോഴേ ഈ ഒരു മന്ത്രിതലത്തിലേക്ക് വന്നപ്പോൾ തന്നെ ഈ CPM തന്നെ പാർട്ടിക്ക് അത് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്തറിയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. കാരണം ഇത്രയും റിയാസിനേക്കാളും ബുദ്ധിയുള്ളതും കഴിവുള്ളവരുമായ എത്രയോ പേരുണ്ടായിരുന്നു എന്നുള്ള ഒരു പരാമർശം ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും പാർട്ടിക്കകത്തുണ്ട്. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു പേരുദോഷമൊക്കെ ഉള്ളത് കൊണ്ടും ഒന്ന് മാറ്റി നിർത്തുക. അതെ അതെ. പക്ഷെ വീണ്ടും 26-ലെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് ലക്ഷ്യസ്ഥാനം മറ്റ് ജില്ലകളിലാണ്. ഇപ്പം പിന്നെ പല ഉദ്ഘാടനത്തിൻ്റെയും പരസ്യം പത്രങ്ങളിൽ വരുന്നത് അമ്മായിയപ്പൻ്റെയും മരുമകൻ്റെയും പടം മാത്രമേ ഉള്ളൂ. അത് തന്നെ വലിയ പരക്കെ ആക്ഷേപമാണ്. CPIക്ക് അതിനകത്ത് കടുത്ത എതിർപ്പുണ്ട്. പിന്നെ CPI പിന്നെ തുറക്കത്തില്ല. തുറന്നാൽ അവരുടെ അണ്ണാക്കിലോട്ട് മണ്ണ് വാരിയിട്ടുള്ള CPMകാർ. അതാണ് സ്ഥിതി. പിന്നെ സജി ചെറിയാനെ പറ്റിയും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ നിൽപ്പുണ്ട് പൊതുവെ. അതുകൊണ്ടൊന്ന് മാറ്റി നിർത്താൻ സാധ്യത ഉണ്ടാകാം. എന്നിട്ടെന്താ ശൈലജ ഷംസീറിനെ മാറ്റിയിട്ട് ശൈലജയെ സ്പീക്കറാക്കാനുള്ള തീരുമാനവും പാർട്ടിക്കകത്തുണ്ട്. ഇത് പിന്നെ അല്ല, ഇനിയിപ്പം ഏകദേശം അവസാനിക്കാറായി. ഇനി ഒരു 7-8 മാസത്തിനേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി എന്ത് ചെയ്യും? അല്ല, ഈ ശൈലജയെ പൊതുവെ അകറ്റി നിർത്തി എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടെന്നുള്ളതാണ്. ശൈലജ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് വരെ എത്തേണ്ട ആളാണ്. പിണറായിയെ പിന്നെ ഇത്തരത്തിലുള്ള പിന്നെ പിടിവാശിയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അന്ന് കോവിഡ് സമയത്ത് തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ശൈലജയാണല്ലോ കാര്യങ്ങൾ മുഴുവൻ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. അതങ്ങ് കയറി വന്നപ്പോൾ തന്നെ പിണറായിക്ക് സംശയം തോന്നി. അതാണ് പിന്നെ മാറ്റി ഇരുത്തിയത്. അതുകൊണ്ട് പിന്നെ 2021 സീറ്റ് കൊടുത്തു. മറ്റ് ചില പ്രബലന്മാരെ മാറ്റി നിർത്തി. തോമസ് ഐസക്കിനെയും വി സുധാകരനെയും മാറ്റി നിർത്തി. ശൈലജയ്ക്ക് കൊടുത്തു. ശൈലജയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നിയമസഭയിലെ 50,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. പിന്നെ മന്ത്രിസ്ഥാനം കൊടുത്തില്ല. ഈ പൊതുവെ ഉയർന്നു വന്നിട്ടുള്ള വനിതാ നേതാക്കന്മാരെയൊക്കെ തന്നെ പിന്നീട് പിണറായി തന്നെ താഴ്ത്തിക്കെട്ടിയിട്ടേ ഉള്ളൂ. പണ്ടേ CPM സ്ത്രീകളെ പറ്റിച്ചിട്ടുണ്ട്. സ്ത്രീകളെ മുന്നിൽ നിർത്തി വോട്ട് വാങ്ങിച്ചിട്ടുള്ള ചരിത്രവും ഉണ്ടെന്നുള്ളതാണ്. KR ഗൗരിയെ മുന്നിൽ നിർത്തി കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കും എന്നായിരുന്നു മുദ്രാവാക്യം. ഒടുവിൽ വിജയിച്ചു വന്നപ്പം ഇല്ല. അപ്പോൾ ആ പേര് മുന്നിൽ നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ്. ഈ പിണറായി ഇങ്ങനൊരു മന്ത്രിസഭാ പുനഃസംഘടന മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ പിണറായി എന്തോ തന്ത്രം മെനയുന്നുണ്ട് എന്ന് കരുതണം. അല്ലാതെ പാർട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ റിയാസിനെ മാറ്റുന്നു എന്നൊന്നുമില്ല. റിയാസിനെ അങ്ങനെ മാറ്റില്ല. പറഞ്ഞതുപോലെ തന്ത്രം എന്ന് പറഞ്ഞില്ലേ, ഇപ്പം തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പുനഃസംഘടന നിർമ്മിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തില്ലേ? തെരഞ്ഞെടുപ്പ് അടുത്തു, എന്നാലും പുനഃസംഘടനയ്ക്ക് എന്താ നഷ്ടം? എന്തോ അവർക്ക് അതല്ല, ഇപ്പം ഇതുവരെ ശരിയാക്കാത്ത ഈ 10 വർഷം കൊണ്ട് ശരിയാക്കാത്ത റോഡുകൾ 60ഓളം റോഡുകളാണ് ഇപ്പം ഇന്നായിട്ട് ഉദ്ഘാടനം ചെയ്തത്. അല്ല, അതല്ലേ ഇതെല്ലാം അവരുടെ ഈ അവസാന തന്ത്രങ്ങളാണ്. ഇതൊക്കെ ആണ് അവർക്ക് ഇനിയും ഉണ്ട്, തീർന്നില്ലല്ലോ. ഇനി എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഞാൻ സ്മാർട്ട് സിറ്റി ഇവരുടെ മാത്രം സ്വന്തം എന്നാ പറഞ്ഞത്. കേന്ദ്രത്തിന്റെ എങ്ങനെയാവുന്നത്? ജനങ്ങളുടെ പൈസ. മുഹമ്മദ് റിയാസ് പറഞ്ഞത് ജനങ്ങളുടെ പൈസയല്ലേ കേന്ദ്രത്തിന്റെ മാത്രം എങ്ങനെ ആവുന്നത്? കേന്ദ്രം തരുന്ന ഔദാര്യമല്ലേ. അപ്പൊ തിരിച്ച് ജനങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ കേരളത്തിൽ നിന്ന് കൊടുത്തു, ഇത് കേരളത്തിന്റെ പൈസയല്ലേ? ഈ കേരളത്തിലെ ജനങ്ങളുടെ ടാക്സും നികുതിയും അല്ലാതെ ഈ പറഞ്ഞ മുഹമ്മദ് റിയാസിന്റെ ബന്ധുവീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നല്ലോ. അല്ല, ഇത് കേന്ദ്രത്തിന്റെ അല്ല, ജനങ്ങളുടെ അല്ല, റിയാസിന്റെ വീട്ടിലെ തേങ്ങ വെട്ടിയ പൈസ എടുത്താണ് ചെയ്തത് എന്ന് പറയുന്നതായിരിക്കും ശരി.
അല്ല കോർപ്പറേഷൻ ആര്യ രാജേന്ദ്രൻ എന്തോ ചെയ്യും? ഈ കോർപ്പറേഷനിൽ എങ്ങനെയാണ് ഈ തുകകൾ കിട്ടുന്നത്? ഈ ആര്യ രാജേന്ദ്രൻ ഇവരെ ആരുടെ വീട്ടിൽ നിന്നല്ലല്ലോ, ജനങ്ങളുടെ ക്യാഷ് അല്ലേ. ഈ ആര്യ രാജേന്ദ്രനെ റിയാസിനെയൊക്കെ ഒരു വണ്ടിക്ക് കേട്ട അവരെന്നും പറയുന്നതൊന്നും ആർക്ക് കേൾക്കണമെന്നുള്ളതാണ്. ഇത് പറയുമ്പം എനിക്കതിൽ ഭയങ്കരമായിട്ട് ഇത് തോന്നിയത്, ഞാൻ ഈ വാർത്ത ഈ പ്രസാരണം നടത്തിയപ്പോൾ ഞാനിത് കണ്ടായിരുന്നു. അതിൽ ബാക്കിൽ നിന്നുകൊണ്ട് ആര്യ ചിരിക്കുന്ന ഒരു രംഗങ്ങളുണ്ട്. അങ്ങ് ചിരിക്കുകയാണ് മുഹമ്മദ് റിയാസ് ഇങ്ങനെ പറയുമ്പോൾ. അത് കേന്ദ്രത്തിൽ മോദിയുടെ ഇതല്ലല്ലോ, കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ലല്ലോ, അവർ പറയുന്നത് ഇത് ജനങ്ങളുടെ ടാക്സ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുകയാണ്. ഇല്ല ഹാസ്യത്തിൽ ഇവരെ ജയിപ്പിച്ച് വിട്ടതാര്? ഈ പലപ്പോഴും ആര്യയുടെ ഒരു ചേഷ്ടകൾ കാണുമ്പം ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു അത്തരത്തിലുള്ള ചേഷ്ട. ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അത് കാര്യഗൗരവത്തോടെ, ഇപ്പോൾ മുഹമ്മദ് റിയാസ് പറയുമ്പോൾ അത് കേട്ടിരുന്ന് അത് കാര്യഗൗരവത്തോടെ അത് കൂടെ നിൽക്കുക എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷേ ഈ മാധ്യമങ്ങളെ പോലും ഈ പറഞ്ഞതുപോലെ ഒരു പുച്ഛഭാവം ഉണ്ടല്ലോ, അത് ഒരു നേതാവിന് ചേർന്ന ഒരു ശീലമല്ല. പിന്നെ ഇവരുടെ റോഡ് കോർപ്പറേഷന് ആര്യ എന്തോ ചെയ്തു എന്ന് മട്ടിലാണ്. ആര്യല്ലല്ലോ ചെയ്തു, ഈ ജനങ്ങളുടെ പണമല്ലേ. ജനങ്ങളുടെ പണം ഇപ്പോൾ 10 വർഷമായിട്ട് നിർമ്മിക്കാത്ത റോഡുകളാണ് ഇപ്പം നിർമ്മിച്ചിരിക്കുന്നത്. എന്നിട്ടും ഒരു മഴ വരുമ്പം ട്രിവാൻഡ്രം മെയിൻ ടൗൺ ഫുള്ള് നിറയുവാണ്. കാരണം കോർപ്പറേഷൻ വേണ്ടുന്ന ഈ ക്ലീനിങ് പരിപാടികളൊന്നും തന്നെ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു മഴ, ഇനിയിപ്പോൾ മഴ സീസണാണ്, വരുമ്പോൾ അറിയാം ഈ റോഡ് നിർമ്മിച്ചത് എങ്ങനെയാണ്, ഇനി ഏതൊക്കെ റോഡുകൾ ഒലിച്ചു പോകുന്നു എന്നുള്ളത് ഇനിയിപ്പോൾ കണ്ടറിയാം. അത് ഈ അവസാന നിമിഷം ആകുമ്പോഴത്തേക്ക് CPM-കാർ നിരവധി കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് അവർ ജനപ്രീതി നേടും, വോട്ട് വാങ്ങിക്കുകയും ചെയ്യും. അത് ഈ കോൺഗ്രസ്സുകാർക്കിത് പൊളിച്ചെടുക്കാനായിട്ട് ഇവർക്ക് അറിയത്തില്ല. അത് ആണ് പലപ്പോഴും കുഴപ്പമില്ല. ഇപ്പം ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഇവരിനി ഇപ്പോൾ നോക്കിക്കോ, മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനുകളെല്ലാം വിതരണം ചെയ്യാൻ തുടങ്ങും. ആശാ വർക്കേഴ്സിൻ്റെ അതെ, അതും അവസാനിപ്പിക്കും. പിന്നീട് സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ല എന്ന് പരക്കെ ആക്ഷേപമുണ്ട്. അതെല്ലാം വേണ്ട തരത്തിൽ എത്തിച്ചു കൊടുക്കും. ഇനിയിപ്പോൾ ഈ കാലമാകുമ്പം അതെല്ലാം കൃത്യമായി ജനങ്ങളിൽ എത്തുമെന്നുള്ളതാണ്. മന്ത്രിസഭയുടെ കാലാവധി തീരുന്നതിന് മുമ്പായിട്ട് പുതിയ ശമ്പള കമ്മീഷൻ നിലവിൽ വന്ന് അതും പുതിയ ശമ്പള സ്കെയിലുമൊക്കെ തീർച്ചപ്പെടുത്തും. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാം പിന്തുണ നേടിക്കഴിയും. ഇതാണ്. പിന്നെ ഈ ഒരു പുനഃസംഘടന വരുത്തിക്കൊണ്ട് മന്ത്രിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന തരത്തിലാക്കും അല്ലേ? ചുരുക്കം പറഞ്ഞാൽ ജനങ്ങളെയും പറ്റിച്ചു, ഇതിനകത്തുള്ളവരെയും പറ്റിച്ച് പിണറായി എന്തൊക്കെയോ കുതന്ത്രങ്ങളുണ്ട്. അവർക്കതിന് കഴിയും എന്നുള്ളതാണ്. പക്ഷേ മറ്റവർക്ക്, കോൺഗ്രസ്സുകാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കത് കഴിഞ്ഞാലും അതിനെ പൊളിച്ചെടുക്കാനായിട്ട് ഈ പ്രതിപക്ഷത്തിന് കഴിയുമെന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു കഴിവുകേടാണ് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ 2ാം വട്ടവും അധികാരത്തിൽ വന്നു. ഇനിയിപ്പോൾ വീണ്ടും തുടർഭരണത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഒരു പ്രധാന പ്രതിപക്ഷമല്ലാതെ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അവർക്ക് പറ്റിയ വലിയ പരാജയം എന്ന് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.